അസ്സലാമലൈക്കും. അപ്പം നമുക്കിന്നേ ഒരു 1.25 മീറ്റർ മെറ്റീരിയലിൽ നിന്ന് ഷോൾ എങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 1.25 മീറ്റർ മെറ്റീരിയൽ, കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിൻ ഫിനിഷ് മെറ്റീരിയലാണ് കേട്ടോ. എന്നാലും നമുക്ക് ഇടാൻ സുഖമാണ്. സാറ്റിൻ ഫിനിഷ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഫ്ലോയി മെറ്റീരിയൽ അല്ല. പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 48 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടായിക്ക് കട്ട് ചെയ്യുമ്പോൾ, അതായത് നെടുകെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 24 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്, കണ്ട. അപ്പോൾ ഞാനിങ്ങനെ തേര് ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ദാ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വീതി ഒന്ന് അളന്ന് നോക്കിയേക്കാം. 24 ഇഞ്ച് നമുക്ക് ആവശ്യത്തിനുള്ള വീതി കിട്ടും. നല്ല അടിപൊളി ഷോളാണ് കേട്ടോ. പിന്നെ ഇത് തീരെ നൈസ് തുണിയല്ലല്ലോ. നൈസ് തുണിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീതി വേണം, 36 ഇഞ്ച് വീതി വേണം. ഇതിപ്പോൾ അത്രയും തീരെ നിഴലടിക്കുന്ന മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മതി, 24 ഇഞ്ച് വീതി മതി കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും. ഇത് അപ്പോൾ ഞാൻ രണ്ടാക്കി കട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ തേര് ഭാഗം കറക്റ്റായിട്ട് ഒപ്പം വെക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഗൗണിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ. ഇതിനെന്തോ 130 അത്രയാണ് വില. അപ്പോൾ 130 രൂപയ്ക്ക് നമുക്കൊരു ഷോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടണതിൻ്റെ പീസുകൾ എടുത്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി സൈഡിൽ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറ്റം വരെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ചരിഞ്ഞൊന്നും പോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണേ. നിങ്ങളൊരു മേശപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ടല്ലേ നിലത്തിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ദാ ഇനി അടിക്കണത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ 2 പീസും കൂടെ തമ്മിൽ യോജിപ്പിച്ചെടുക്കണമല്ലോ. അതിന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചീത്ത വശം ചേർത്ത് വെക്കുക. അപ്പോൾ ഷോളിൻ്റെ ഡബിൾ സൈഡുള്ള ഷോളാണ്, അതായത് നല്ല വശം ചീത്ത വശമുള്ള ഷോളാണെങ്കിൽ, തുണിയാണെങ്കിൽ അതിൻ്റെ ചീത്ത വശവും കൂടെ ചേർത്ത് ഇങ്ങനെ അടിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വശത്തിട്ടാണ് ചേർത്ത് വെച്ചേക്കണത് ചീത്ത സൈഡും, അതായത് അതിൻ്റെ മറുപുറവും ചേർത്ത്, അതായത് ചീത്തവശം ചേർത്ത് തന്നെയായിട്ട് അടിക്കണത്. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയണത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് തെറ്റിപ്പോരുതിട്ട്. ആദ്യം അടിക്കണത് നമ്മൾ ചീത്തവശം ചേർത്തിട്ടിട്ടാണ്. അപ്പോൾ അടിക്കുമ്പോൾ തയ്യൽത്തുമ്പോൾ കുറച്ചേ വിട്ട് കൊടുക്കാവുള്ളൂ, ഒരു 1/4 ഇഞ്ച്. നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറൊക്കെ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് മെഷീൻ ഇല്ലാത്തവരൊക്കെ ഇതുപോലെയാണ് കേട്ടോ സൈഡൊക്കെ അടിക്കുമ്പോൾ ചെയ്യേണ്ടത്. ആദ്യം ചീത്തവശം ചേർത്തിട്ട് അടിക്കുക, അതിന് ശേഷം മറിച്ചിട്ടിട്ട് നല്ല വശം അടിക്കുക. ഈ തുമ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷർട്ടിൻ്റെയൊക്കെ സൈഡ്, ഇൻ്റർലോക്ക് ചെയ്യാത്ത ഷർട്ടിൻ്റെയൊക്കെ സൈഡ് ഫിനിഷ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ, കണ്ടോ. ആ തുമ്പൊക്കെ കുറച്ചുള്ളതൊക്കെ വെട്ടിക്കളയുക. ഒരുപാട് തയ്യൽത്തുമ്പ് പോരുതിട്ട്. അതാന്ന് നോക്കിയാൽ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് ഞാൻ അടിച്ചേക്കുന്നത്. ഇനി ഇതിനെ നിവർത്തിയെടുത്തിട്ട്, കണ്ടോ, നിവർത്തിയെടുത്തിട്ട് ഇനി നല്ല വശം ചേർത്ത് പിടിച്ച് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടിക്കുമ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് തന്നെ അടിക്കുക. ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നൂലൊന്നും അഴിഞ്ഞു പോയോ അല്ലെങ്കിൽ അങ്ങനെ വൃത്തികേടായിട്ടുള്ള ഒരു സൈഡ്, 2 സൈഡും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതായതുകൊണ്ട് തന്നെ, ഷോളായതുകൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിരുന്നോളൂ കേട്ടോ. ഷോളെന്ന് തന്നെയല്ല, എന്ത് സാധനം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ മോഡലിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അടിച്ചു പോണത് നല്ല വശം ചേർത്ത് വെച്ചിട്ടാണേ. ഓക്കെ, കണ്ടോ. ഇപ്പോൾ 2 സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തേച്ചെടുത്താലും മതി. നമുക്കിപ്പോൾ ഒന്ന് പതിച്ചടിക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ആ തയ്യലിൻ്റെ മുകളിൽ കൂടെ തന്നെ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ചരിച്ചിടുക, എന്നിട്ട് ഇങ്ങനെ നല്ല നീറ്റായിട്ട് അടിക്കണേ. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഇടുമ്പോൾ നല്ല കറക്റ്റായിട്ട് നേരെ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് ത്രെഡും ആയിരിക്കണം. ഇത് കാണരുത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുഞ്ഞ് സ്റ്റിച്ചിലടിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും സ്റ്റിച്ച് കാണൂല. എന്നിട്ടൊന്ന് നനച്ചിട്ട്, അതായത് മെറ്റീരിയൽ നനക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണെങ്കിൽ നനച്ചിട്ട് നിങ്ങളൊന്ന് തേച്ചും കൂടെ നോക്കൂ. അടിപൊളിയായിരിക്കും. ഒട്ടും നമുക്കവിടെ ജോയിൻ്റ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ദാ നല്ല നീളത്തിലുള്ള ഷോൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ബീഡിങ് വെക്കാനായിട്ട് ഞാൻ ടോപ്പിൻ്റെ പീസാണ് എടുത്തുകൊണ്ട് വന്നേക്കണത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരിത്തിരി ഷൈനിങ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ്, കണ്ടോ. അത് 2 ഇഞ്ച് വീതിയിൽ നീളത്തിൽ കഷ്ണമായിട്ട് മുറിച്ചെടുത്തേക്കാണ് കേട്ടോ. കിട്ടുന്ന അത്രയും നീളത്തിൽ മാക്സിമം എടുക്കുക, എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് പതിച്ചൊന്നും അടിക്കരുത് കേട്ടോ. പിന്നെ ഇത് വെക്കണത് എങ്ങനെയാണെന്ന് നോക്കിയോ.
എളുപ്പം നമുക്ക് വെക്കാൻ പറ്റും. ഞാനീ പറയുന്ന മോഡലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തുടങ്ങണത് കണ്ടോ, ഇതിൻ്റെ നല്ല സൈഡും ഈ നമ്മുടെ ഷോളിൻ്റെ ചീത്ത സൈഡും ചേർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ പീസിൻ്റെ നല്ല സൈഡാണ് വെച്ചേക്കണത്, എന്നാൽ ഷോളിൻ്റെ ചീത്ത വശത്ത്. ഓക്കെ, എന്നിട്ട് ആ എൻഡിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ, കുറച്ച് ഇതാ ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. കണ്ടോ, മൂലെന്ന് തുടങ്ങിയിട്ടില്ല, കുറച്ചിങ്ങോട്ട് ഇറക്കിയിട്ടിട്ട് തുടങ്ങിയപ്പോൾ ഷോളിൻ്റെ ചീത്ത വശം ആ കുഞ്ഞ് പീസിൻ്റെ നല്ല വശമാണ് ചേർത്ത് വെച്ചത്. എന്നിട്ട് സൈഡിൽ കൂടെ അടിച്ച് പോവാണേ. അപ്പോൾ നമുക്കിങ്ങനെ 2 ഇഞ്ചിൻ്റെ വീതിയുള്ള പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ കിട്ടും കേട്ടോ. എന്തെന്ന് ബോർഡർ കിട്ടും, അത് കാണിച്ചു തരാം. മടക്കിയൊക്കെ പോയതിന് ശേഷമേ അങ്ങനെ കിട്ടും കേട്ടോ. അത് അറ്റം വരെ അടിച്ച്. അപ്പോൾ മൂല എത്താറായപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നിർത്തിയതാണ്. അപ്പോൾ മൂല എത്താറായി, അവിടെ നമുക്കങ്ങ് തയ്ച്ച് കുത്തി നിർത്തുക. തുണി ചുളുക്കൊന്നും ചെയ്യരുത് കേട്ടോ. തുണി ചുളുക്കാതെ കുത്തി നിർത്തിയിട്ട് ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ആ മൂല എത്തി കുത്തി നിർത്തിയിട്ട് ഇതാ വേറെ ഒന്നും ചെയ്യണില്ല. അവിടെ ചുളുക്കി കൊടുക്കുക, മടക്കി കൊടുക്കുക, ഒന്നും ചെയ്യണില്ല. ചുമ്മാ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് തിരിച്ചടിച്ച് പോവുകയാണേ. അപ്പോൾ ഓരോ മൂല വരുമ്പോഴും നമ്മൾ അങ്ങനെയാട്ടോ ചെയ്തെടുക്കണത്. അറ്റം വരെ അടിച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോഴും നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ ഞാൻ കുത്തിത്തിരിക്കണത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പം നമ്മുടെ ഈ കാണുന്ന നമ്പർ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ്. അപ്പോൾ അടുത്തത് ഇനി അഡ്വാൻസ് ക്ലാസ്സാണ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. ആ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ മൂല എത്തി, എന്നിട്ട് അവിടെ മൂല അങ്ങനെ അറ്റ വരെ എടുക്കരുത്. നമുക്ക് തയ്യൽ തുമ്പ് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നിർത്തുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. കണ്ടോ, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് നമ്മൾ ഷോളിൽ ബീഡിങ് വെക്കണത്. ഇതുപോലെ തന്നെ നമുക്ക് സാരിയിലും വെച്ചെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ സാരിയിൽ വെക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ഇനി അറ്റം വരെ അങ്ങ് അടിക്കുക കേട്ടോ. സാരിയിൽ വെക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ, സാരി പ്ലെയിൻ എടുക്കുക. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ 1 മീറ്റർ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1.5 മീറ്റർ എടുക്കുക. ബാക്കി 1/2 മീറ്റർ വെച്ച് നമുക്കിതുപോലെ ബോർഡർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്ലൗസ് തയ്ച്ചതിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സാരിക്ക് ബോർഡർ വെക്കാൻ പറ്റും. അപ്പോൾ നല്ല സാരി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെയാണ് സാരിയും ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ദിവസം കാണിച്ചു തരാം. ദാ നമ്മുടെ ഈ പോർഷൻ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ തുടങ്ങിയ വശമില്ലേ അവിടെ എത്തി. അപ്പം നമ്മൾ അടിക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ. അവിടെ അതിങ്ങനെ മടക്കി ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് വെച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല ചുളിവോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുടങ്ങാനൊക്കെ പറ്റും കേട്ടോ. കണ്ടോ, അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ഇത് ചീത്ത വശത്താണ് കേട്ടോ ഇത് പിടിപ്പിച്ചേക്കണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോളിൻ്റെ ചീത്ത വശത്താണ് ഇത് പിടിപ്പിച്ചേക്കണത്. ഓക്കെ, ഇനി നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. എങ്ങനെയാണെന്ന് നോക്കിയോ, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മറിച്ചാൽ മതി. കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ പിടിപ്പിച്ചിട്ട് മടക്കിയിട്ട് ഈ അരിക ഉണ്ടല്ലോ, അരിക നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. അരികാണ് കേട്ടോ ഞാൻ അടിക്കണം. അപ്പോൾ ഈ അരികൊക്കെ അടിക്കുമ്പോൾ നൂല് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പീസിൻ്റെ കളർ നൂല് മുകളിലിടണം, ഷോളിൻ്റെ കളർ നൂല് താഴെ ഇടണം കേട്ടോ. എന്നിട്ട് അരിയത്തൂടെ അടിക്കുകയാണ്. ഇങ്ങനെ 4 സൈഡ് നമുക്ക് അടിച്ചെടുക്കണം. ലേസ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ലേസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കല്ല് ലേസൊക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ സൈഡിൽ. അതായത് കല്ല് പോലെ വന്നിട്ട് സൈഡിൽ ഇങ്ങനെ നെറ്റ് പോലെ കിടക്കൂല, അത് ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മൂലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം അറ്റം വരെ അടിക്കുക. ഈ മൂല എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നല്ലേ, അതേ മൂല നോക്കിക്കോട്ടെ. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ തിരിക്കുക മടക്കുക ഒന്നും ചെയ്യേണ്ട. ആ മൂല വരെ കുത്തി നിർത്തുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചു പോവാം. മുമ്പൊക്കെ ഞാനിങ്ങനെ വെക്കാൻ എന്ത് ബുദ്ധിമുട്ടിയിരുന്നെന്നറിയോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മടക്കി തിരിച്ച് കുറുക്കി കുറേ പാടുപെട്ടിട്ടാണ്. ഈ ഐഡിയ കണ്ടുപിടിച്ചതിന് ശേഷം എളുപ്പമാണ് കേട്ടോ. ഇനി ഇങ്ങനെ മടക്കി അപ്പുറത്തെ സൈഡ് അടിച്ചു വരുമ്പോൾ നല്ല നീറ്റായിട്ട് വരും കേട്ടോ.
ഇതാ ഈ മൂലക്കത്തെ പീസ് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മടക്കിയെടുക്കാം. അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാ മൂലകളും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കുത്തി നിർത്തിയിട്ട് നമുക്കിങ്ങനെ പോകാം. കണ്ട അറ്റം വരെ നീറ്റായിട്ട് അടിക്കുക കേട്ടോ. ഈ മൂലെത്തുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്ത് അറ്റം വരെ അടിച്ചു കൊടുക്കാം. 4 സൈഡും നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഷോളിലൊക്കെ ആകുമ്പോൾ നമ്മൾ 4 സൈഡും നമുക്ക് നോക്കാതെ അങ്ങ് വെക്കാം. 4 സൈഡും വെക്കണമല്ലോ. സാരിയിൽ വെക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സാരി കുത്തണ ഭാഗത്തൊന്നും വെക്കണ്ടല്ലോ. അപ്പോൾ അതിനൊരു മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, കറക്റ്റ് എത്ര ഇഞ്ച് വെക്കണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നല്ല പ്ലെയിൻ സാരി ഉണ്ടെങ്കിൽ നമ്മുടെ കാലങ്കാരി മെറ്റീരിയലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലൗസൊക്കെ ഇങ്ങനെ ചെയ്ത്, പിന്നെ കേരള സാരിയിലാണെങ്കിലും കലങ്കാരിയുടെ ബോർഡറൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ സൈഡായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ രണ്ടാമത്തെ മടക്ക് വരൂലേ, അപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങണത്. അതിനാണ് ഇങ്ങനൊരു ഓപ്പൺ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നാല് സൈഡും ഇതേപോലെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇനി ചെണ്ടൊന്നും വെച്ചില്ല. ലാസ്റ്റ് വേണമെങ്കിൽ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഈ നീല കളറ് നൂലൊക്കെ വെച്ച് ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നില്ല, അതേപോലെ ചെണ്ടൊക്കെ ഉണ്ടാക്കി തുമ്പത്തൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അത് നമുക്ക് KNSൻ്റെ നൂലെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. എംബ്രോയ്ഡറി നൂല്, മെഷീൻ എംബ്രോയ്ഡറി നൂല്, അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്താ നമ്മൾ ആ ഓപ്പൺ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. കണ്ടോ, ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ ഓപ്പൺ ഇട്ട് കൊടുത്തത് കേട്ടോ. ലാസ്റ്റ് കൊണ്ടുവന്ന് അവിടെ മടക്കി നിർത്തിയില്ലേ. ഇതാ ഈ വീതി മടക്കണത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളണം. ഇതാ മൂല എത്തുമ്പോൾ നോക്കിക്കോട്ടെ, ഞാൻ ഒന്നും ചെയ്യണില്ല, ഇങ്ങനെ അടിക്കുകയാണ്. കണ്ട എങ്ങനെ അടിക്കണേന്ന് കറക്റ്റായിട്ട് നോക്കിക്കോ. ഇതാ ആ മൂല വരെ അടിക്കുക, എന്നിട്ട് അവിടെ കെട്ടിയിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി വെച്ച് കറക്റ്റായിട്ട് ഇതാ ആ മൂലയിലേക്ക് അടിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ വിടർന്ന് വരും, കഴുകിയൊക്കെ വരുമ്പോഴേ. ഇവിടെ കുത്തി നിർത്തിയിട്ട് ഈ മൂലയിലേക്ക് അടിക്കുക, അവിടെ കുത്തി നിർത്തുക, എന്നിട്ട് തിരിച്ച് വരിക. നമ്മൾ ഈ മടക്കണത് ഒരേ ലെവലായിരിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ടേപ്പ് വെച്ചിട്ട് കറക്റ്റാണോ എന്നൊന്ന് അളന്ന് നോക്കിയേക്കണം കേട്ടോ. ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഒരേ ലെവലിൽ തന്നെ കറക്റ്റായിട്ട് അടിക്കാൻ ശ്രമിക്കുക. മടക്കണ കറക്റ്റായിരിക്കണം കേട്ടോ. ലേസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മടക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു തുമ്പുണ്ടാവുമല്ലോ, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ച് അടിക്കാൻ പറ്റും. ഇങ്ങനത്തെ വെട്ടിയെടുക്കണ പീസാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മടക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ജോയിൻറ്റും ഉണ്ടാവും. കറക്റ്റായിട്ട് മടക്കി ഇതാ ഇങ്ങനെ പോകണം കേട്ടോ. കണ്ടോ മൂല കറക്റ്റായിട്ട് വന്നേക്കണുണ്ടോ. അറ്റം വരെ അടിക്കുക. ഓരോ മൂല എത്തുമ്പോഴും ശ്രദ്ധിച്ചടിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് കേട്ടോ നമ്മുടെ അഡ്വാൻസ് ക്ലാസ്. അടുത്ത ബാച്ച് 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ ലിസ്റ്റിൽ ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ് ഇതാണ്, 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം അഡ്വാൻസ് ക്ലാസ്. അതിൽ എല്ലാ മോഡൽ ഡ്രസ്സും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. ആ ഒരു ക്ലാസ് കുറച്ചൊക്കെ തയ്യലറിയാവുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഈ ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യക്കടയൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ. എല്ലാ കാര്യങ്ങളും സിബ് വെക്കണതാണെങ്കിലും എല്ലാം മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഞാൻ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മൂലയും ഞാനിങ്ങനെ ക്ലിയർ ചെയ്ത് പോവാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും കേട്ടോ. പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു TV-യിൽ. ആ TV-യിൽ പ്രോഗ്രാമിന് ചിത്ര ചേച്ചി കൊടുക്കാനായിട്ട് നമ്മുടെ പാട്ടുകാരി ചിത്ര ചേച്ചിയില്ലേ,
ചിത്ര ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ഞാനിതുപോലെ സാരി ഡിസൈൻ ചെയ്ത് കൊടുത്തു. അന്ന് എനിക്കറിയില്ലായിരുന്നു ചിത്ര ചേച്ചിക്ക് കൊടുക്കാനാണ് ഞാൻ സാരി ഡിസൈൻ ചെയ്തതെന്നും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. അതിലേക്ക് കൊടുക്കണ ഒരു ടീം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് കൊടുക്കണ ഒരു ടീമേ കോസ്റ്റ്യൂമർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് തയ്പ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിതുപോലെ ബോർഡറൊക്കെ വെച്ച് കൊടുത്തിട്ട് ചിത്ര ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. പക്ഷേ അവർക്കാണ് പേര് കിട്ടണ കോസ്റ്റ്യൂം ഡിസൈനർ അവരാണല്ലോ. അപ്പോൾ ദാ ഷോളൊക്കെ അരികൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പേരാർക്കായാലും എനിക്ക് ടി വിയിൽ ഇപ്പോഴും ആ പരിപാടി കാണുമ്പോഴേ അയ്യോ ചിത്ര ചേച്ചി ഞാൻ ചെയ്ത സാരിയാണല്ലോ എടുത്തേക്കണേന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അതാ നോക്കിയാൽ മൂലയൊക്കെ കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് സാരിയിലൊക്കെ നമുക്കിതുപോലെ ബോർഡറൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെന്താ പറയാനുള്ള, എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാരിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ബോർഡറൊക്കെ വെച്ച് സൂപ്പറായിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.